സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. കോങ്കോയ്ക്കെതിരായ സമനിലയോടെ തുടങ്ങിയ പോർച്ചുഗലിനെ കണ്ടപ്പോൾ റോണോ ആ സ്ക്വാഡിൽ ഒരധികപ്പറ്റാണെന്ന് ചിന്തിച്ചവർ ഏറെയാണ്. അതിനേക്കാളുപരി അയാളിലേക്ക് പന്തെത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നിലേക്കിറങ്ങി പന്തെടുക്കാനുള്ള അമിത ഉത്സാഹം റൊണാൾഡോ കാണിച്ചതുമില്ല. കോങ്കോ സമനില ഗോൾ നേടിയ ശേഷം ബ്രൂണോയും വിറ്റിനെയും ബെർണാഡോയും അടക്കം ലോക ഫുട്ബോളിലെ ഇന്നത്തെ ഏറ്റവും മികച്ച മധ്യനിരയുണ്ടായിട്ടും അവരുടെ ബോക്സിൽ പന്തെത്തിക്കാനായില്ല പോർച്ചുഗലിന്. എത്തിയ അവസരങ്ങളിൽ ക്രിസ്ത്യാനോയ്ക്ക് പിഴയ്ക്കുകയും ചെയ്തു. ലെജൻഡറി ടാഗ് ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, റോണോയെ സബ് ചെയ്യാനുള്ള ധൈര്യം റോബർട്ടോ മാർട്ടിനസ് കാണിച്ചതുമില്ല. വിമർശനങ്ങൾ വന്നതോടെ രണ്ടാം മത്സരത്തിൽ പോർച്ചുഗൽ ഒത്തിണക്കം കാണിച്ചു. ഉസ്ബെക്കിസ്ഥാൻ എന്ന താരതമ്യേന ദുർബലരായ എതിരാളികളാണെങ്കിലും പോർച്ചുഗൽ 5 ഗോളിന്റെ ജയമാഘോഷിച്ചു. റൊണാൾഡോ ഇരട്ട ഗോളുമായി തിളങ്ങി. പതിവില്ലാതെ ആദ്യ മിനിറ്റിൽ തന്നെ റൊണാൾഡോയ്ക്ക് സഹതാരങ്ങൾ പന്തെത്തിച്ചു. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ താരം, ലോകകപ്പിലെ പ്രായമേറിയ രണ്ടാമത്തെ ഗോൾ സ്കോറർ. ഒറ്റ ഗോളിൽ അയാൾ ഒരുപാട് നേട്ടത്തിലെത്തുന്നുണ്ട്. കൊളംബിയക്കെതിരെ വീണ്ടും പോർച്ചുഗൽ കളി മറന്നു. അന്ന് തോൽക്കാതിരുന്നത് ഗോളി ഡിയോഗോ കോസ്റ്റയുടെ രക്ഷപ്പെടുത്തലുകൾ കൊണ്ട് മാത്രമാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെ തിരിച്ചുവരവിന്റെ സൂചന തന്നെങ്കിലും ടീമിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പോർച്ചുഗലിന്റെ കൊളംബിയക്കെതിരായ പ്രകടനം. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു കീബോൾ വരുന്നത് തന്നെ 31-ാം മിനിറ്റിലാണ്. ഇടയ്ക്കൊരു കോർണർ കാണിച്ചപ്പോൾ കൊളംബിയൻ ഗോളിയെയും മറികടന്ന് ഗോൾ പോസ്റ്റിനുള്ളിൽ നിന്ന റൊണാൾഡോയെ വരെ കണ്ടു. അസിസ്റ്റിൽ പ്രീമിയർ ലീഗിൽ റെക്കോർഡ് സ്വന്തമാക്കി വന്ന ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണോ ഇവിടെ കളിക്കുന്നതെന്ന് ആരും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടാകും. റൗണ്ട് ഓഫ് 32-വിൽ എതിരാളികൾ ക്രൊയേഷ്യ. അങ്ങേയറ്റം വിരസമായ ആദ്യ പകുതിയും ത്രില്ലറിന്റെ സകലമാന രോമാഞ്ചിഫിക്കേഷനും തന്ന അവസാന പകുതിയും ചേർന്നൊരു ഗംഭീര മത്സരം തന്നെയായിരുന്നു പോർച്ചുഗൽ ക്രൊയേഷ്യ പോരാട്ടം. സ്റ്റാറ്റിന് വിപരീതമായി പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ ലീഡെടുക്കുന്നു. വാർ കണ്ടെത്തിയ ഒരു ഓഫ് സൈഡിൽപ്പെട്ട് ഗോൾ നഷ്ടമാകുന്നു. അതേ വാറിൽ നിന്ന് പെനൽറ്റിയും പിന്നീട് ഗോളും കണ്ടെത്തി റൊണാൾഡോ നോക്കൌട്ടിൽ ലക്ഷ്യം കണ്ടിട്ടില്ലെന്ന ചീത്തപ്പേര് വായിക്കുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെയും സാക്ഷാൽ റൊണാൾഡോയെയും സബ് ചെയ്യാനുള്ള ധൈര്യം ഇതാദ്യമായി റോബർട്ടോ മാർട്ടിനസ് കാണിക്കുന്നു. പെർഫെക്റ്റ് നമ്പർ 9 എന്തുകൊണ്ട് താൻ ആകുന്നുവെന്ന് കാണിച്ച് ഗോൺസാലോ റാമോസിന്റെ ഹെഡർ. ഒടുക്കം മുടിനാരിഴ വരെ റേഡിയോ വേവിൽ പരിശോധിച്ച് നിഷേധിച്ചൊരു ഇഞ്ചുറി ടൈം ഗോൾ. പീക്ക് എന്റർടൈൻമെന്റ്. സ്പെയിനെതിരെ ജയിക്കണമെന്ന ആഗ്രഹം പോർച്ചുഗൽ നിരയിൽ ഗോളി കോസ്റ്റയ്ക്കും വിംഗ് ബാക്ക് ന്യൂനോ മെൻഡസിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നിലേക്കിറങ്ങി പന്തെടുക്കാൻ മടികാട്ടുന്ന, ബോളിനൊപ്പം ഓടിയെത്താൻ പാടുപെടുന്ന 41-കാരനെ മുൻനിർത്തി കപ്പടിക്കുക എന്നതൊക്കെ അതിമോഹമാണെന്ന് ചില മത്സരങ്ങൾ കാണുമ്പോൾ തോന്നും. നേരത്തെ പറഞ്ഞ പോലെ ലെജൻഡറി ടാഗ് ഉള്ളതിനാൽ റോണോയെ സബ് ചെയ്യാൻ മാർട്ടിനസ് തുനിയുന്നില്ല. പതിവിന് വിപരീതമായി പോർച്ചുഗൽ ഇത്തവണ ലോകകപ്പിലെ ഏറ്റവും മികച്ച സ്ക്വാഡുകളിലൊന്നുമായാണ് അമേരിക്കയിലെത്തുന്നത്. പേപ്പറിൽ നോക്കുമ്പോൾ 2006-ലെ ഗോൾഡൻ ജനറേഷന് ശേഷം പോർച്ചുഗലിന്റെ മികച്ച സ്ക്വാഡ്. പക്ഷേ ഗോൾഡൻ അല്ല, ഡയമണ്ട് ജനറേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. തന്ത്രങ്ങൾ ഓതാനുള്ളത് മാർട്ടിനസ് അല്ലേ? ബെൽജിയംകാരോട് ചോദിച്ചാൽ കൃത്യമായി അവർ ഉത്തരം തരും. മാർട്ടിനസിന്റെ കീഴിൽ ലോകകപ്പിൽ ബെൽജിയം സെമി കളിച്ചതാണ് പലരും മികവായി കാണുന്നത്. പക്ഷേ ആ ബെൽജിയം കപ്പടിക്കാനുള്ള ടീമുണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. ഇനി പോർച്ചുഗലിലേക്ക്. വ്യക്തിഗത മികവുള്ള സ്ക്വാഡിനെ മികച്ച ടീമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെ മാർട്ടിനസിന്റെ പ്രശ്നം. ഓരോ മത്സരത്തിന് ശേഷവും പോർച്ചുഗൽ സ്ക്വാഡിലെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതൊന്നും മറികടക്കാനുള്ള ടാക്ടിക്കൽ ചേഞ്ചോ ഗെയിം സ്റ്റൈലിലെ മാറ്റങ്ങളോ കോച്ചിന് നടത്താനാവുന്നില്ല. പോർച്ചുഗൽ തോറ്റുപുറത്തായ സ്പെയിനെതിരായ പ്രീ ക്വാർട്ടർ മത്സരം നോക്കൂ. ക്രിസ്ത്യാനോയെ മുഴുവൻ സമയം കളിപ്പിച്ചു. ആദ്യ നോക്കൌട്ടിൽ ഗോളടിച്ച സൂപ്പർ സബ്ബായ ഗോൺസാലോ റാമോസിനെ 1 മിനിറ്റ് പോലും കളിപ്പിച്ചതുമില്ല. എന്നിട്ടും പോർച്ചുഗലിന്റെ ഈ പുറത്താകലിൽ ഒരു പഴിയും മാർട്ടിനസിന് കിട്ടുന്നില്ലെന്നതാണ് കൗതുകം. അധികം തെറിവിളിക്ക് നിൽക്കാതെ ഒരു ഗോൾഡൻ ജനറേഷനെ കൂടെ വഴിയാധാരമാക്കി മാർട്ടിനസ് രാജിവെച്ച് പോവുകയും ചെയ്തു. ഇനി ഇവർ മാത്രമാണോ വിമർശനം അർഹിക്കുന്നത്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ റെക്കോർഡ് അസിസ്റ്റുമായി മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി എത്തിയ ബ്രൂണോ ഫെർണാണ്ടസ് എന്താ കാണിച്ചത്? 5 മത്സരങ്ങളിലായി 423 മിനിറ്റ് കളിച്ചു ബ്രൂണോ. ഒറ്റ ഗോളില്ല. ഉസ്ബെക്കിസ്ഥാനെതിരായ ഒരു അസിസ്റ്റ് മാത്രം. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ മികച്ച താരമായ വിറ്റിഞ്ഞയോ 4 കളി കളിച്ചിട്ടും ഒരു ഗോളോ അസിസ്റ്റോ ഇല്ല. ഒരു ഫോർവേഡ് പാസോ ചാൻസോ ക്രിയേഷനോ ഇല്ലാതെ ഈ വിധം നിറം മങ്ങിയ മിഡ്ഫീൽഡാണ് ഒന്നാം പ്രതി. ഡിയാഗോ കോസ്റ്റയ്ക്കും ന്യൂനോ മെൻഡസിനും റെനാറ്റോ വേഗയ്ക്കുമൊഴികെ മറ്റാർക്കും ആ സ്ക്വാഡിൽ ഒരു വിജയതൃഷ്ണ പോലും ഉണ്ടായിരുന്നില്ല. റോണോയിലേക്ക് പാസ് എത്തുന്നില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അത്ര നല്ലതായിരുന്നില്ല. സെൽഫ് കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷേ തൻ്റെ പ്രായത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി സ്വയം തൻ്റെ പ്ലേയിങ് ടൈം അദ്ദേഹം പരിമിതപ്പെടുത്തണമായിരുന്നു. അല്ലെങ്കിൽ ആരാധകനെ പോലെ പെരുമാറാതെ മാർട്ടിനസ് കൃത്യമായി സബ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു. ഇത് രണ്ടും കാണിക്കാത്തിടത്തോളം കാലം
ഗൊൺസാലോ റാമോസ് അടക്കമുള്ളവരുടെ പഴി കൂടുകയേ ഉള്ളൂ. ക്രൊയേഷ്യക്കെതിരെ വിജയകരമാക്കിയ സബ്സ്റ്റിറ്റ്യൂഷൻ തന്ത്രം സ്പെയിനെതിരെ എന്തുകൊണ്ട് പ്രയോഗിച്ചില്ല എന്നതും ചോദ്യം തന്നെയാണ്. എന്തായാലും പോർച്ചുഗലിന്റെ ഈ ലോകകപ്പിലെ യാത്ര അവസാനിച്ചു. ലോക കിരീടമില്ലാതെ ക്രിസ്ത്യാനോ റൊണാൾഡോയും മടങ്ങുകയാണ്. എന്നാൽ വൈകാരിക തീരുമാനങ്ങൾ എടുക്കാൻ താൻ തയ്യാറല്ല എന്നാണ് റോണോ മത്സരശേഷം പറഞ്ഞത്. തനിക്ക് മുൻപ് പോർച്ചുഗലിന് ട്രോഫി പോലും ഇല്ലാതിരുന്നു. 2016 നേടിയ യൂറോ കപ്പ് തനിക്ക് ലോകകപ്പ് പോലെ പ്രാധാന്യമുള്ളതാണെന്നും പറയുന്നു റോണോ. എന്തായിരിക്കും അയാളുടെ ഭാവി പദ്ധതിയെന്ന് നമുക്കറിയില്ല. 1000 ഗോൾ എന്ന നാഴികക്കല്ലാണ് ആദ്യം ലക്ഷ്യമിടുന്നത്. ഇനി മാർട്ടിനസിന് പകരം വരുന്നത് ആരായാലും സൂപ്പർ സ്റ്റാർ പരിവേഷം നൽകി അയാളെ ട്രീറ്റ് ചെയ്യുന്നതാകും വലിയ പ്രശ്നം. അയാളുടെ പരിമിതി മനസ്സിലാക്കി ഒരു സൂപ്പർ സബ്ബാക്കി അവതരിപ്പിക്കാൻ ധൈര്യം കാണിക്കണം. ഇനിയും റോണോ തെളിയിക്കേണ്ടതില്ലല്ലോ ഒന്നും. ലോകത്താകമാനമുള്ള കാൽപന്ത് ആരാധകരെ 2 പതിറ്റാണ്ടോളം അദ്ദേഹം ത്രസിപ്പിച്ചില്ലേ. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ സഞ്ചാരി കടൽ കടന്നു വൻകരയിലെത്തി ജൈത്രയാത്ര ആരംഭിക്കുന്നതുവരെ മെദീരയെ ലോകമാരും അറിഞ്ഞിരുന്നില്ല. ഏകാന്ത സഞ്ചാരികളുടെ ദ്വീപായിരുന്നു മെദീര. ലോകത്തെങ്ങും കിട്ടാത്ത വീഞ്ഞാണ് മെദീരയുടെ പ്രലോഭനം. വിദൂരങ്ങളിൽ നിന്ന് പായ്ക്കപ്പലുകളിൽ വന്നിരുന്ന സാഹസികരായ കുടിയേറ്റക്കാരും കപ്പൽ ഛേദത്തിൽ വഴിതെറ്റി വന്നണയുന്ന നാവികരും നാടുകടത്തപ്പെട്ട കുറ്റവാളികളുമല്ലാതെ പണ്ടാരും മദീരയിൽ വന്നിരുന്നില്ല. പോർച്ചുഗലിൽ നിന്ന് എത്രയോ ദൂരെ അറ്റ്ലാന്റിക്കിലെ അഗാധ വിശാലതയിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മെദീരയുടെ ഏകാന്ത ഭംഗികളിൽ ഫുട്ബോളിൻ്റെ വസന്തവിസ്മയവുമായി തളിർത്തു വന്ന ആദ്യത്തെ കുട്ടിയായിരുന്നു റൊണാൾഡോ. ലോകം കീഴടക്കിയ മെദീരയുടെ മുന്തിരിച്ചാറ്. ശേഷം ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഇറ്റലിയിലും പിന്നീട് അറബ് നാട്ടിലുമെല്ലാം അയാൾ എണ്ണമറ്റ വിജയങ്ങൾ കൊയ്തു. 5 തവണ ബാലൻ ഡിയോർ മെസ്സിക്കാലത്ത് അയാൾ പിടിച്ചു വാങ്ങി. രാജ്യത്തെ യൂറോ കപ്പിൽ യുവേഫ നാഷൻസ് ലീഗിൽ കിരീടങ്ങളിലേക്ക് നയിച്ചു. യൂസേബിയോയുടെ ഫിഗോയുടെ തലമുറ പിൻവാങ്ങിയാലും പോർച്ചുഗൽ ദുർബലമാവില്ലെന്ന് പ്രഖ്യാപിക്കാൻ അയാൾക്ക് 100 വട്ടം കഴിഞ്ഞു. സമയമാകുമ്പോൾ ആർക്കായാലും വഴിമാറേണ്ടി വരും. പ്രത്യേകിച്ച് ഒപ്പമുള്ളത് ഒറ്റുകാരാണെന്ന് തിരിച്ചറിയുന്ന മൊമെന്റിലെങ്കിലും. കണക്ക് ചോദിക്കാൻ ചിലപ്പോൾ കാലം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല.